സർ, ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ സസ്പെൻസ് എന്താണെന്ന് അറിയാൻ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാം ഒരുപോലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഈ പേര് കണ്ടിട്ട് കുറെ അധികം ആളുകൾ തന്നെ വിളിച്ചിരുന്നു, ജ്വാലയാണോ ജാതിയാണോ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് സസ്പെൻസ് ഉള്ള ഒരു മൂവിയാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ എങ്ങനെയാന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ദുഷിച്ച കുറെ വ്യവസ്ഥകളുണ്ട്, അതിനെതിരെ ശക്തമായിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രമാണ് ഈ സിനിമ. പ്രൊഫഷൻ വരാൻ വേണ്ടി സാർ അങ്ങേയറ്റം എന്നെ നന്നായിട്ട് പെരുമാറിയായിരുന്നു. അല്ലാതെ അവർ ചുമ്മാ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ വന്നവരെല്ലാരും ഇടിച്ചു പിഴിയാൻ നിന്ന് കൊടുക്കാൻ റെഡി ആയിട്ട് വന്നവരാണ്. നിന്ന് പിഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു സിനിമ എത്രമാത്രം ഭംഗിയാക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് സന്തോഷമുണ്ട്. ഹായ്, ദിസ് ഈസ് അനില ഫ്രം KVTV. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പേരിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. അപ്പം അതിൻ്റെ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ആ ഫിലിമിൻ്റെ ഡയറക്ടറും എല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു വാം വെൽക്കം. നമുക്കിത് ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ഡയറക്ടർ സാറിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പം ഡയറക്ടർ സാർ, ഈ ഒരു ഫിലിമിൽ ഇപ്പം നമ്മൾ പേര് നോക്കുകയാണെങ്കിൽ ജാന്ന് മാത്രമാണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു തീയുടെ സിമ്പിളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സസ്പെൻസ് എന്താണെന്ന് അറിയാൻ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാം ഒരുപോലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം സാർ അതൊന്ന് കുറച്ച് വളരെ കൺസൈസ് ആയിട്ടൊന്ന് പറയുമോ? അതായത് നമ്മുടെ മിക്കവാറും സിനിമകളിലെല്ലാം സിനിമയുടെ പേരിലാണ് ഒരു കൗതുകമുള്ള പേരുകളാണ് ഞാൻ മിക്കവാറും ചെയ്യാറുള്ളത്. ഈ സിനിമയ്ക്കും അതുപോലെ തന്നെ അല്പം കൗതുകം ഉണർത്തുന്ന ഒരു പേരാണ്. ഇതിൻ്റെ പോസ്റ്ററുകളും മറ്റുമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നിരവധി പേരെന്നെ വിളിച്ചു, ഈ സിനിമ ജ്വാലയാണോ ജാതിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, സിനിമ കണ്ടു തീർന്നു കഴിയുമ്പോൾ ഈ സിനിമയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തോടും എനിക്ക് അത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും സാർ, താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. അപ്പം ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ സാറ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ദിനേശൻ, ഇദ്ദേഹം തൃശ്ശൂരാണ് സ്വദേശം. നമ്മുടെ ഈ സിനിമയിൽ ഒരു വക്കീൽ വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വാവ ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു തൊടുപുഴ വേഷമാണ് വാവ ചെയ്തിരിക്കുന്നത്. ഇത് ഷൈന, തൊടുപുഴയാണ് സ്വദേശം. ഇദ്ദേഹം ഭാമ എന്നൊരു കഥാപാത്രമാണ് നമ്മുടെ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ആനി വർഗീസ്, തിരുവനന്തപുരമാണ് സ്വദേശം. ഇദ്ദേഹം ഈ സിനിമയിൽ ഒരു അമ്മ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇത് പ്രജിത്ത്, കണ്ണൂര്. ഇദ്ദേഹം ഈ സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ ടിജു ഏറ്റുമാനൂര്. അദ്ദേഹം ഈ സിനിമയുടെ ലീഡ് റോള് ചെയ്തിരിക്കുന്നത് ടിജു ആണ്. സാർ, ഇതിപ്പം നമ്മൾ ഈ തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റോറി ബേസ്ഡ് ആണോ ഈ ഒരു ഫിലിം നമ്മൾ എടുത്തിരിക്കണത്, അതോ ലൊക്കേഷൻ വേറെ ചേഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ചിത്രീകരണം? തൊടുപുഴ നമ്മൾ അങ്ങനെ കൂടുതൽ സീൻ ചെയ്തിട്ടില്ല. നമ്മൾ സീൻ കൂടുതൽ ചെയ്തിരിക്കുന്നത് കോതമംഗലത്തിനും പെരുമ്പാവൂരിനും ഇടയ്ക്കായിട്ട് മേദല എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമുക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ കിട്ടിയത്. അത് ഈ സിനിമയ്ക്ക് പൂർണ്ണമായിട്ടും ആപ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു. അവിടെയാണ് ഏതാണ്ട് ഒരു 90% ചിത്രീകരിച്ചത്. സാർ, ഈ പേര് സൂചിപ്പിക്കുന്നത് ഇപ്പം എന്താണെന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, കുറച്ച് ഹിഡൻ സസ്പെൻസ് എന്തായാലും വേണം. അപ്പം ഇത് ഈ ഒരു തീമിലേക്ക് സാർ എത്താൻ ആ ഒരു സ്പാർക്ക് കിട്ടിയത് ഏത് മൊമെന്റിലായിരുന്നു? അതായത് നമ്മളെല്ലാവരും നമുക്കൊരു ഓർമ്മ വയ്ക്കുമ്പോൾ നമുക്കെല്ലാം ആവശ്യമുള്ള ഒന്നാണ് സ്നേഹം. ആ സ്നേഹം നമുക്ക് എവിടെ കിട്ടുന്നോ നമ്മൾ അങ്ങോട്ട് ചായും. അതിപ്പോ ചെറുതെന്നോ വലുതെന്നോ ഒന്നും വ്യത്യാസമില്ല. ആ സ്നേഹം ഇടയ്ക്ക് നിലച്ചു പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ആവും എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലൊരു സ്നേഹബന്ധത്തിന്റെ കഥയാണ് പറയുന്നത്. അത് നമ്മൾ അല്പം ഹൊററും സസ്പെൻസും എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോഴത്തെ ജനറേഷന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ് ഇത്. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. തീം വരുന്നത് സ്നേഹമാണ്. സോറി, ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റി ഓവറോൾ തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്തുന്ന രീതിയിലാണോ നമ്മുടെ ഫിലിം പോയിരിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മുടെ ഈ സിനിമയിൽ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമുക്ക് ഉദ്യോഗപരമായിട്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. മാക്സിമം സസ്പെൻസ് ഉണ്ടാവും.
അതുപോലെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കൊന്ന് പേടിപ്പെടുത്തുന്ന ചില രംഗങ്ങളും കൂടിയുണ്ട്. അപ്പം മൊത്തം സസ്പെൻസ്, സ്നേഹം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് സമൂഹത്തിനൊരു നല്ല മെസ്സേജ് ആണ്. സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് അനുവർത്തിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ സമൂഹത്തിൽ നടക്കുന്ന അതേ രീതിയിലല്ല നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടേതായ ഒരു രീതിയിൽ ഈ കഥ പറഞ്ഞു പോവുകയാണ്. സാർ, ഇതിപ്പം ഇതിന്റെ ഷൂട്ടിങ്ങിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്ര നാളുകൊണ്ടാണ് സാർ ഇത് കംപ്ലീറ്റ് ചെയ്ത്? ഓഫ് കോഴ്സ് സ്പാർക്ക് നമുക്ക് ഇതിന്റെ ഒരു ത്രെഡ് കിട്ടി കഴിയുമ്പോൾ സാറിൻ്റെതായ രീതിക്ക് ഒരുപാട് നാളത്തെ പ്രയത്നമായിരിക്കും ഒരു സ്റ്റോറിയിലേക്ക് വരിക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഒരു സ്റ്റോറി നമ്മൾ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസമെങ്കിലും പിടിക്കും നമുക്കതൊരു തിരക്കഥയായിട്ട് വരുമ്പോഴേക്കും. പിന്നെ ഒരാഴ്ച ഷൂട്ടിങ്ങിന്റെ അത് കഴിഞ്ഞാലും തീരില്ല. പിന്നെയും 1.5 മാസമെങ്കിലും എടുക്കും നമുക്കിതൊരു സിനിമയായിട്ട് പുറത്തേക്ക് വരാൻ. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു 4 മാസം ഈ ഒരു ചെറിയ സിനിമയ്ക്ക് വേണ്ടി വരും. എന്നെ സംബന്ധിച്ചാട്ടോ, മറ്റുള്ളവർക്ക് അങ്ങനെയാണോ എന്നറിയില്ല, ഒരു 4 മാസത്തോളം വേണ്ടി വരും. എത്ര ദിവസം കൊണ്ടായിരുന്നു സാർ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്? ഇതിന് 5 ദിവസമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അന്നേരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10-11 മണി വരെ നോൺ സ്റ്റോപ്പ് ആണ്. അതിന്റെ ഇടയ്ക്ക് അല്പം ഭക്ഷണത്തിനൊക്കെ വേണ്ടിയുള്ള ബ്രേക്ക് അല്ലാതെ ബ്രേക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 4-5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. സാർ, ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പം ഇത് എത്രാമത്തെ ഷോർട്ട് ഫിലിം ആയിട്ടാണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്തത് 16-ാമത്തെയാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമ്മളുടെ പുതിയ പുതിയ പഠനങ്ങളാണല്ലോ. അപ്പോൾ പഠിച്ചു തീരുന്നില്ല, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് ഇത്തരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മളോട് സഹകരിക്കുന്നു. അതനുസരിച്ച് അങ്ങനെ പോകും. അപ്പം നമ്മൾ നാഷണൽ അവാർഡ് വിന്നറാന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം ഇത് ഏത് വർഷമാണ് സാറിന് ആ ഒരു ഭാഗ്യം കിട്ടിയത്? 2024 നാഷണൽ അവാർഡ് കിട്ടിയത്. ഏതാണ്ടൊരു 10-14 വർഷം മുമ്പ് ഹിസ്റ്ററി ഓഫ് അടിമാലി എന്ന് പറഞ്ഞ് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തായിരുന്നു. ഡോക്യുമെൻ്ററിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഫിലിം മീഡിയ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നാഷണൽ അവാർഡ് കിട്ടിയത് ഹൈദരാബാദ് ഫിലിം മീഡിയ സിറ്റിയുടെ അച്ചീവ്മെന്റ് അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ജാ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിം ഇപ്പം സ്നേഹം, അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി, സസ്പെൻസ് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു തീം നമുക്ക് പ്രായവ്യത്യാസം ഇല്ലാതെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും, കുഞ്ഞു മക്കൾക്ക് ഉൾപ്പെടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണോ? അതെ, തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന സിനിമ ഒരു 90% സിനിമകളും വയലൻസാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ സിനിമയിൽ വയലൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമയിലുള്ള വയലൻസ് ഏത് പ്രായത്തിലുള്ള പ്രേക്ഷകനും കണ്ടിരിക്കാവുന്ന വയലൻസേ ഉള്ളൂ. തന്നെയല്ല, ഇത് എല്ലാവരും കാണണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ ദുഷിച്ച കുറേ വ്യവസ്ഥകളുണ്ട്. അതിനെതിരെ ശക്തമായിട്ട് വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രമാണ് ഈ സിനിമ. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ കഥാപാത്രങ്ങളോടും കൂടി ചോദിച്ചറിയാം. നമ്മുടെ ഈ ഒരു ഫിലിമിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും വാവാന്ന് വിളിക്കുന്ന കുട്ടി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം ആ കുട്ടിയുടെ ഫിലിമിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. മോളെ, എങ്ങനെയായിരുന്നു ഈ ഫിലിമിൽ ഓവറോൾ ഒരു എക്സ്പീരിയൻസ്? ലൊക്കേഷനിലൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നോ? നല്ല സപ്പോർട്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് വേറെ ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയോ? എനിക്ക് സിനിമയിൽ അവസരം തന്ന അസിൽ സാറിന് പ്രത്യേകം നന്ദിയുണ്ട്. എനിക്ക് ഈ ഒരു കഥ ചെയ്തപ്പോൾ നല്ലൊരു കഥാപാത്രമാണ് കിട്ടിയത്. പക്ഷേ ഈ കഥ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൊക്കേഷനുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിനു മുന്നേ എനിക്ക് കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് കിട്ടിയത്. ലൊക്കേഷനുള്ള എല്ലാവരും എന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും കാര്യമാക്കി എടുത്തില്ല, ചെയ്തു. ഓക്കെ മോളെ, താങ്ക് യു. ഈ ഒരു ഫിലിമിൽ മറ്റൊരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മിസ്സിസ് ഷൈനയാണ്. നമുക്ക് അദ്ദേഹത്തോടും കൂടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ചേച്ചി, ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ട് എങ്ങനെയായിരുന്നു? ചേച്ചിയുടെ കഥാപാത്രം എന്ത് റോളായിരുന്നു? അപ്പം എങ്ങനെയായിരുന്നു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കുമോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുന്നേ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഹസൻ സാറിൻ്റെ കൂടെ. ഇത് ആ പേരിൽ തന്നെ ഒരു സസ്പെൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുൾ കണ്ട് കഴിഞ്ഞാൽ മാത്രമേ പ്രേക്ഷകർക്ക് ഇത് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാവുള്ളൂ.
ഞാൻ ഇതിനകത്ത് ബാമ എന്നൊരു കഥാപാത്രമാണ് ചെയ്തത്. ഇതിനു മുന്നേ ചെയ്ത വർക്കുകളിൽ നിന്നും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാക്സിമം ഞാൻ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഹസൻ സാർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഫുൾ ക്രൂവും നല്ല സപ്പോർട്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാം നല്ലതായിരുന്നു. ഓക്കെ ചേച്ചി, താങ്ക് യു. വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഫിലിമിൽ വേറൊരു വ്യത്യസ്തതയും കൂടി ഉണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. ചേച്ചി ഈ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന മോള് ചേച്ചിയുടെ മോളാന്ന് ഞാൻ കേട്ടു. അപ്പൊ അതിനെപ്പറ്റി ചേച്ചി എന്താ പറയുന്നത്? ആണോ ശരിക്കും? അതെ, എൻ്റെ മോള് തന്നെയാണ്. ഒറിജിനൽ പേര് ധ്യാനശ്രീ എന്നാണ്. ഞങ്ങൾ വാവ എന്നാണ് വിളിക്കുന്നത്. ഞാനും മോളും ഒന്നിച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് എൻ്റെ മോളായിട്ട് തന്നെ ഈ സിനിമയിൽ വാവയെ അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടല്ലേ? അപ്പൊ അമ്മയും മോളുമായിട്ട് വേറെ ഫിലിമിലൊന്നും ചേച്ചി ഇല്ല ചെയ്തിട്ടില്ല. ഈ ഫിലിമില് അമ്മയും മോളുമായിട്ട് അഭിനയിച്ചപ്പോ ഒരു സിങ്ക് എങ്ങനെയായിരുന്നു? വീട്ടിൽ ഉള്ള ആ ഒരു ഫീൽ തന്നെയായിരുന്നു സെറ്റിൽ. നമുക്ക് മൊത്തത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഓക്കെ ചേച്ചി, താങ്ക് യു. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ബാക്കിയുള്ള അംഗങ്ങളോടും കൂടെ ചോദിച്ചറിയാം. അപ്പം ഇവിടെ ഈ ഫിലിമിൽ വക്കീലിന്റെ കഥാപാത്രം ചെയ്ത ദിനേശ് ചേട്ടൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പം ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ ഒരു ഫിലിമിലെ ഓവറോൾ എക്സ്പീരിയൻസ്? എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഈ സിനിമ ഫീൽഡിൽ, ഫസ്റ്റ് ടൈമാണ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസും. അപ്പോൾ ഇങ്ങനൊരു സിനിമ എടുക്കേണ്ടതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഡയറക്ടർ സാറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു വേഷം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ഫീൽഡിൽ ഫസ്റ്റ് ടൈം വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇവിടുന്ന് എല്ലാ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുഞ്ഞുവാവ, ഇവരൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയ ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ തൊടുപുഴക്കാരൻ തന്നെയാണോ? അല്ല, ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പൊ ഓൾറെഡി എനിക്ക് 2-3 സീരിയലുണ്ട്, ഒരു സിനിമയുണ്ട്. പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഷോർട്ട് ഫിലിം കമ്മിറ്റ് ചെയ്തതിനു ശേഷമാണോ ബാക്കി? അതെ, ഇപ്പൊ ഒരു മെഗാ സീരിയൽ ഇപ്പൊ ഓൾറെഡി നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ വേറെ ഒരു പോക്സോ എന്ന് പറഞ്ഞ സീരിയല്, അത് ഇതായി നിൽക്കണു. 2 സിനിമ ഇപ്പൊ തന്നെ ഓൾറെഡി ഇതായി നിൽക്കുകയാണ്. അതിന്റെ വർക്കിലായിരുന്നു. ഇന്നലെ അവരായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഈ ഫിലിമില് ദ സീനിയർ മോസ്റ്റ് കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ അമ്മ റോളിലുള്ള ആനി ചേച്ചി നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചി, എങ്ങനെയാണ് ഈ ഒരു ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്? നമസ്കാരം. നമസ്തേ. എനിക്ക് ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനു മുന്നും സിനിമ, സീരിയൽ, ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് എനിക്കിതിൽ കിട്ടിയത്. ഡയറക്ടർ സാറ് നല്ലൊരു കഥാപാത്രം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അമ്മ വേഷമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുകളാണ് ഞങ്ങളെല്ലാം നല്ലൊരു അടുത്തൊരു വരകാണ് ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ സിനിമ ഫീൽഡ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 13 വർഷമായി. പല സിനിമകളിലും സീരിയലിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു അമ്മ കഥാപാത്രമാണ് എനിക്കിതിൽ കിട്ടിയത്. ഡോക്ടർ നൂറുദ്ദീൻ സാറ് എൻ്റെ വൈഫായിട്ടാണ്. ഓക്കെ. അപ്പം ചേച്ചി ഇതില് ഹസൻ സാറിന്റെ കൂടെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ്? ആദ്യത്തെ പ്രോജക്റ്റ് ആണ്. ഓക്കെ. ഇതിലിപ്പം കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഇതാന്ന് പറഞ്ഞല്ലോ. അപ്പം സ്റ്റോറി കേട്ട് ആ ഒരു ടൈമിൽ ചേച്ചി ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു ഇത് തന്നെ ആയിരുന്നോ ഓവറോൾ ലൊക്കേഷനിൽ വന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസും അഭിനയിച്ചതും? അതോ നമ്മളൊരു കഥാപാത്രത്തെ കേൾക്കുമ്പോൾ മൈൻഡിൽ നമ്മൾ അതിനെ അഭിനയിക്കുന്നതിനെ കുറിച്ച് ഒരു രൂപരേഖ ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം മൊത്തം റീറൈറ്റ് ചെയ്യേണ്ടി വന്നോ നമ്മുടെ ഹസൻ സാറ് പറഞ്ഞിട്ട്? അതോ ചേച്ചി ഉദ്ദേശിച്ച ഒരു രീതിക്ക് തന്നെയാണ് ആയിരുന്നോ? സാറ് പറഞ്ഞ രീതിക്ക് തന്നെ എനിക്ക് മനസ്സിൽ ഉൾക്കൊണ്ട നല്ലൊരു ഇതായിരുന്നു കിട്ടിയത്. പക്ഷെ അതിൽ ചില സംഭവങ്ങൾ വന്നപ്പോൾ കഥയിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ കൊണ്ട് ജീവിച്ച് അഭിനയിച്ചു. ഓക്കെ ചേച്ചി, ഇപ്പൊ ഈ സിനിമ വിശേഷം പങ്കുവെച്ചപ്പോ സംസാരത്തിലും ചേച്ചിയുടെ ഫേസിലും ഒക്കെ നമുക്ക് ആ സന്തോഷം കാണാം. ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത ഒരു അമ്മ റോളാന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ചേച്ചി ഇത്രയും ആഗ്രഹിച്ച് ചെയ്ത ഒരു ഫിലിമില് ഇപ്പൊ എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 10 ചേച്ചി എത്ര മാർക്ക് പറയും? ഞാൻ 10 മാർക്ക് തന്നെ ഞാൻ പറയും. അത് 10 മാർക്കിനുള്ള ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ജാ എന്ന ഒരു സിനിമയിൽ നല്ലൊരു അവസരം തന്ന ഡയറക്ടർ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ സിനിമയിലുണ്ടായിരുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും എല്ലാവർക്കും ഞാൻ
ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ഈ ഒരു ഫിലിമിൽ നമ്മളിപ്പോൾ ട്രിവാൻഡ്രംകാരെ കണ്ടു, തൊടുപുഴയിലുള്ളവരെ കണ്ടു, അങ്ങനെ മറ്റനവധി സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെ കണ്ടു. നമുക്കിനി കണ്ണൂരിൽ നിന്ന് വന്ന് നമ്മുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരാളെ പരിചയപ്പെടാം. പ്രജിൻ ചേട്ടാ, എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂരിൽ വന്നിട്ട് എനിക്ക് നല്ലൊരു വേഷം സാറ് തന്നു. ഞാൻ 2-3 ഷോർട്ട് ഫിലിം ചെയ്താണെങ്കിലും സാറിന്റെ കൂടെ ആയിരുന്നു? സാറിന്റെ കൂടെ അല്ല, വേറെ സാറിന്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്. 2-3 കഥാപാത്രങ്ങൾ ചെയ്തതും എല്ലാം അച്ഛൻ വേഷം, അങ്ങനത്തെ വേഷങ്ങളാണ് കിട്ടാറ്. ഇതിന്റെ അതേ ഒരു യങ്ങായിട്ടുള്ളൊരു കഥാപാത്രം ആദ്യമായിട്ടാണ് അല്ല, അത് വിളിച്ചു തന്നതാ. അതിന് വലിയ ഒരുപാട് നന്ദി. ഇതില് നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ക്രൂ എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതായിരുന്നു, ഇതുവരെ ആരും പരിചയമില്ലായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇപ്പം എല്ലാവരും നല്ലൊരു കുടുംബം പോലെ കൊണ്ടെത്തിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നല്ല സിനിമ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും അതുപോലെ ഇഷ്ടപ്പെടുന്നതാണ് വിശ്വാസം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറ് അതിന് കഠിനമായി പരിശ്രമിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് വളരെയധികം നന്ദി. പിഴിഞ്ഞെടുത്തു എന്നൊക്കെ പറയണം. സന്തോഷം ചേട്ടാ. ഹലോ അപ്പാ, ഇറങ്ങി. 28 വർഷം മുമ്പ് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നീയായിരുന്നു. The journey of a generation begins here. Caritas Hospital, spreading the radiance of good health and happiness. KVTV, Voice of the Gnanaya people around the world. നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ ജ്ഞാനായ വോയിസ്. വിവാഹം, മാമോദിസ, ഗൃഹപ്രവേശം, സമ്മേളനങ്ങൾ, തിരുനാളുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. ജ്ഞാനായ വോയിസിനോടും KVTVയോടുമൊപ്പം ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് മലയാളീസ്. ജ്ഞാനായ വോയിസ്. നമ്മുടെ സീനിയർ മോസ്റ്റ് കഥാപാത്രം അവതരിപ്പിച്ച ആളെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പം അമ്മ റോളായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ആ അമ്മയുടെ മകനായിട്ട് അഭിനയിച്ച കഥാപാത്രം നമുക്കൊപ്പം സ്റ്റേജിലുണ്ട്. അപ്പം ആ കഥാപാത്രത്തിൻ്റെ പേര് മാധവ് എന്നാണ്. ഒറിജിനൽ പേര് ടിജോ എന്നാണ്. ടിജോ ചേട്ടനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ചേട്ടാ, വെൽക്കം. അപ്പോൾ ഒന്ന് വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ടൊന്ന് പങ്കുവെക്കും. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു സിനിമയിൽ പറയാനായിട്ട് എനിക്കൊന്നും ഇല്ല. കാരണം എന്താണെന്നാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, ഒരു കുടുംബം പോലെ നമ്മൾ കഴിയുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഓരോരുത്തരും. ഞാൻ ആദ്യം അവിടെ ഇരിക്കുവായിരുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും നമ്മളെ ഒതുക്കി എല്ലാവരും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്ക് ഹസൻ സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമയിൽ. ഇതിനു മുന്നേ പല ഷോർട്ട് ഫിലിമുകളും ആൽബം സോങ്സിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു പെർഫെക്ഷൻ ഡയറക്ടർ എന്നെനിക്ക് വിളിക്കാമെന്ന് എനിക്ക് കരുതുന്നു. വിളിക്കാമോ സാറേ? പെർഫെക്ഷൻ ഡയറക്ടർ, അത് സാറ് പറയത്തില്ല, പക്ഷെ നമ്മളാണ് പറയുന്നത്. എനിക്കത് തോന്നിയത്, എന്നെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പം എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്ക് 5 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ഷോർട്ട് ഫിലിം 5 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് സിനിമയാണോ സാറേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞ് എൻ്റെ ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും എനിക്ക് പെർഫെക്ഷൻ വേണം, അതുമാത്രമല്ല വളരെ ഒരു സിനിമ രീതി തന്നെ ഞാൻ എടുക്കാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം തന്നെ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം ആ പെർഫെക്ഷനാണ് വലുത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ, സിനിമയ്ക്കായാലും ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും. അങ്ങനെ ഞാൻ ഇതിനകത്ത് വരികയും എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തുനിന്ന് കിട്ടിയത്. കാരണം ഇപ്പം ഓൾറെഡി തന്നെ ഞാൻ 3 ഷോർട്ട് ഫിലിം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഇറങ്ങാൻ കിടക്കുന്നു. അപ്പം എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ അതുകൊണ്ട് എനിക്കെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. ഈ പഠിക്കാനുള്ള
കാര്യങ്ങൾ എനിക്ക് കിട്ടിയുകൊണ്ട് എനിക്ക് അടുത്ത നമുക്കുള്ള അതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് ഹസൻ സാറിന് ഒത്തിരി നന്ദിയുണ്ട്. നല്ല ഒരു പെർഫെക്ഷന്റെ ആള് തന്നെയാണെന്ന് ഞാൻ എവിടെയും പറയും. ടിജേട്ടാ, അപ്പൊ താങ്കൾ പറഞ്ഞു ഇപ്പൊ ഇവര് മുഴുവനും സ്കോർ ചെയ്തു, എനിക്ക് ഒന്നും മിച്ചം വച്ചില്ല എന്നൊക്കെ. എന്നിരുന്നാൽ കൂടിയും നമുക്കായിട്ട് എന്തെങ്കിലും ഒരു 2-3 പോയിന്റ് നമ്മൾ കരുതി വെക്കുമല്ലോ. അപ്പം ഇപ്പൊ പറഞ്ഞു ഡയറക്ടർ എന്ന് പറഞ്ഞാല് പെർഫെക്ഷന്റെ ഏറ്റവും അറ്റം കണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് പ്രത്യേകത ഈ ഒരു സെറ്റിൽ എന്തായിരുന്നു? നെക്സ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈം. അതായത് ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീനിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരുകയാണ്. കാരണം ഡിലേ ഇല്ല. അല്ല ചായ കുടിക്കാൻ പോലെ നമുക്ക് ഇതിനകത്ത് ഭക്ഷണം കഴിക്കാനുള്ള ടൈമുണ്ട്, വെള്ളം കുടിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു ടീം വർക്ക് നടക്കുമ്പം ഇപ്പുറത്തെ അവർ റെഡിയായി നിൽക്കണം. അത് പുള്ളിയുടെ വലിയ ഒരു അറേഞ്ച്മെന്റ്സ് ആണ്, മീൻസ് മാനേജിങ് പവർ. അപ്പൊ അതിലുമൊക്കെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക. എന്നിരുന്നാൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന് 5 ദിവസം എടുത്ത്. 5 ദിവസം എന്തുകൊണ്ടെടുത്ത്? അതിന്റെ പെർഫെക്ഷൻ വേണ്ടി. അപ്പൊ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ പ്രേക്ഷകർ, ജനങ്ങൾ, പബ്ലിക് ഇതെല്ലാം കാണണം എന്ന് പറഞ്ഞാൽ അതുപോലെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും അതിനകത്ത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് വലിയൊരു ബിഗ് താങ്ക്സ് തന്നെ ഞാൻ പറയും ഡയറക്ടർ സാറിനോട്, ഹസൻ സാറിന് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാനും അതിനകത്ത് എന്നെ വിളിക്കാനും. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് ഒരു മാധവൻ എന്നുള്ള ഒരു ക്യാരക്ടർ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ മാധവൻ ഇത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ സീനിലും ഞാൻ തന്നെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ ഇപ്പം അമ്മ പറഞ്ഞ പോലെ, ഇവിടെ സീനിയറായിട്ടുള്ള അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ മോനായിട്ടാണ്. എന്നിരുന്നാൽ തന്നെ ഇവിടെ അടുത്ത് എൻ്റെ ഭാര്യയായിട്ടാണ് ഭാമയുണ്ട്, എൻ്റെ മോളുണ്ട്, എൻ്റെ അവിടെ ഇരിക്കുന്നു, ഭാവയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു ഇത് കഴിയുമ്പോഴും അല്ലെങ്കിൽ എല്ലാം ഇതൊരു നല്ലൊരു 5 ദിവസമാണല്ലോ ഒരു കുടുംബം പോലെയാണ്. ഇത് നല്ലൊരു രീതിയിലാണ് കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു നല്ല സിനിമ എല്ലാവരും കാണണം, അതിന് അഭിപ്രായങ്ങൾ പറയണം, അതിനെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത ഒരു സിനിമ സാറിനാണേലും ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നതും. ഞങ്ങളെയൊക്കെ വിളിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ടിജേട്ടാ, ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത് ക്യാരക്ടർ മാധവനാണോ ടിജു ആണോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, ക്യാരക്ടറിനെ ഇപ്പൊ ചേട്ടന് ഞാൻ കേട്ടിട്ടുണ്ട്, റോള് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% കൊടുക്കും, അത് എല്ലാവരെയും പോലെ തന്നെ കൊടുക്കും. എന്നാലും ഇപ്പൊ എന്റെ അടുത്തിരിക്കണ ആരാ? ഇപ്പം ഇരിക്കുന്നത് മാധവനായിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ജാ എന്നുള്ള ആ ഒരു സിനിമയുടെ ടീം വർക്കാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം മാധവൻ എന്നുള്ള രീതി തന്നെയാണ്. എനിക്ക് ഈ മാധവൻ എന്നുള്ള ആ ഒരു പേരും ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ബോൾഡായ കഥാപാത്രത്തെ ആ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ആ ഒരു എന്തൊക്കെയാണോ എനിക്ക് ഈ കഥാപാത്രത്തെ എങ്ങനെയൊക്കെയാണോ സാർ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എനിക്ക് 100% ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് അതിനകത്ത് കൈകാര്യം ചെയ്യാൻ നന്നായി ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ബോധ്യം എനിക്ക് എൻ്റെ മനസ്സിൽ ചെറുതായിട്ടുണ്ട്. ഒത്തിരി ഇല്ല, ചെറുതായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം പ്രേക്ഷകരോട് പറയുന്ന ഈ ഒരു സിനിമ കാണണം, എല്ലാവരും കാണണം. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം, നല്ലതായാലും ചീത്തയായാലും നല്ല അഭിപ്രായങ്ങൾ പറയണം. ഈ മാധവനിൽ കൂടെ ആണോ സ്റ്റോറി പോണത്? മാധവൻ എന്ന് പറയുന്നത് സ്റ്റോറി പോകുന്നത് മാധവനിലൂടെ എന്നല്ല. അതായത് മാധവൻ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ഒരു ഓളിനോളായിട്ട് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ മാധവൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്ന് പറയാം അല്ലേ? അല്ലേ? മാധവൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്ന് തന്നെ പറയാം. ഡയറക്ടർ സാറ് പറഞ്ഞു കഴിഞ്ഞു. കാരണം വെച്ചാൽ അതിനകത്ത് ഒരു കേന്ദ്ര കഥാപാത്രത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് കൂടുതൽ പെർഫെക്ഷൻ വരാൻ വേണ്ടി സാർ അങ്ങേയറ്റം എന്നെ നന്നായിട്ട് പെരുമാറിയായിരുന്നു. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്താ ചോദിച്ചാൽ എനിക്ക് അടുത്ത ഫിലിമിനെ അല്ലെങ്കിൽ എന്നെ ഇടിച്ച് പരത്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ എനിക്കൊരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ആദ്യമേ തന്നെ പെർഫെക്ഷൻ നോക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ വന്നവരെല്ലാരും ഇടിച്ചു പിഴിയാൻ നിന്ന് കൊടുക്കാൻ റെഡി ആയിട്ട് നിന്ന് പിഴിഞ്ഞാലേ ആ ഒരു ഞങ്ങൾ മാക്സിമം നമുക്ക് ആ ഒരു സിനിമ എത്രമാത്രം ഭംഗിയാക്കണം എന്നുള്ള ഒരു മനസ്സിൽ നമുക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സഹകരണത്തോടെ ഒരു കുടുംബത്തോടു കൂടി കുടുംബമായിട്ട് തന്നെ ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ വിനീതമായ
അഭ്യർത്ഥന. നമുക്ക് വീണ്ടും ഡയറക്ടർ സാറിലേക്ക് ഒന്ന് തിരിച്ചു വരാം. സാർ, ഇത്രയും നേരം നമ്മൾ ഈ ജാ എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഓരോരുത്തരും അവരുടെ മാക്സിമം പറയാവുന്ന ലിമിറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത്, ഈ ഒരു ഫിലിം എന്നത്തേക്കാണ് റിലീസ്, ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് സാർ ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ ഫിലിം ഏതാണ്ട് ഒരു 10-ാം തീയതിയോടുകൂടി റിലീസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അങ്ങേറ്റം പോയാൽ ഒരു 2 ദിവസം ഗ്യാപ്പ് വരുമായിരിക്കും. എന്നാലും അടുത്ത ആഴ്ച അവസാനത്തോടുകൂടി ഉണ്ടാവും. ടൈം ഏകദേശം ആയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫൈനൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് കുറച്ച് സംഗതികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് തീരുന്ന മുറയ്ക്ക് അപ്പം തന്നെ നമ്മൾ യൂട്യൂബിലാണ് ചെയ്യുന്നത്. ജനറൽ വോയിസ് എന്ന് പറഞ്ഞ ചാനലിലാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ വോയിസ് അതിനകത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഇവരെ പരാമർശിച്ചു പോയതിനേക്കാൾ ഉപരി പറയപ്പെടേണ്ട 2-3 വ്യക്തിത്വങ്ങളും കൂടി ഈ സിനിമയിലുണ്ട്. അതിലൊന്ന് നമുക്ക് ക്യാമറ ചെയ്തതും എഡിറ്റ് ചെയ്തതും ഒരാൾ തന്നെയാണ്, അഭിജിത്ത് സ്കൈ മീഡിയ. അദ്ദേഹം ഞാനായിട്ട് ഒരു 14-15 വർഷത്തോളമായി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്യാമറ മാറി മാറിയാണ് പോകുന്നതെങ്കിൽ പോലും എഡിറ്റിംഗ് ഫുള്ള് അദ്ദേഹമാണ് ചെയ്യുന്നത്. എന്റെ മനസ്സിന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അഭിജിത്ത്. അതുകൊണ്ടാണ് ഈ വർക്ക് ഒരു ഇച്ചിരി ഡിലേ വന്നു. കാരണം വേറെ വർക്കുകൾ പുള്ളിക്ക് പെൻഡിങ് ഉള്ളത് കൊണ്ട് അല്പം ഡിലേ വന്നെങ്കിലും ഞാൻ സൈലന്റ് ആയിട്ട് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞതുപോലെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയാതെ നിൽക്കുന്നത്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി സ്ലോ ആയിട്ട് നമ്മുടെ എഡിറ്ററുടെ അടുത്ത് നിൽക്കുന്നത്. അതുപോലെ ഇതിന്റെ പിന്നണിയിൽ സഹായിച്ച കുറെ പേരുണ്ട്. എന്നെ സംവിധാനത്തിൽ സഹായിച്ച ഒരു ജയൻ മംഗലശ്ശേരി, അദ്ദേഹം ഒരു മോഹൻലാലിന്റെ ഭയങ്കര ഫാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായിട്ട് മംഗലശ്ശേരി എന്നാക്കിയത്. അങ്ങനെ സിനിമയോട് ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ജയൻ. അസിസ്റ്റന്റ്. അതുപോലെ പിന്നെ ഒരു സുനിൽ ജോർജ്, പിന്നെ ഒരു ഇബ്രാഹിം, ഇവരൊക്കെ പിന്നണിയിൽ നമുക്ക് സെപ്പറേഷൻ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ ആളില്ല. അതായത് ഇപ്പൊ മാധവന്റെ സീൻ കഴിഞ്ഞാൽ മാധവനും പിന്നണിയിലായിരിക്കും ഡ്യൂട്ടി. അതായത് ആർട്ടിലോ അല്ലെങ്കിൽ അതുപോലുള്ള. അത് മാധവന് മാത്രമല്ല, മാധവൻ ഈ ക്രൗഡിലുള്ള എല്ലാവർക്കും ബാധകമാണ്. അതിന് ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വക്കീലിന്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തൊരു സാധനം എടുക്കാൻ പറഞ്ഞപ്പോ അത് വക്കീലാണ് സൂക്ഷിക്കുന്നതെന്ന് ആരോ പറഞ്ഞു. വേഗം സീനിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി വക്കീൽ ആ സാധനം എടുത്തുകൊണ്ട് വന്നത്. അപ്പൊ അതുപോലെയാണ് ഈ ക്രൂ. രസകരമാണെന്ന് പറഞ്ഞാൽ ഈ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും. അപ്പൊ ഈ പറയുന്ന ഡയറക്ടറും ചിലപ്പോൾ ലൈബ്രറി ആയി മാറും. അങ്ങനെയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ അങ്ങനെയായിരുന്നു എല്ലാം പോയിക്കൊണ്ടിരുന്നത്. സാർ, ഇപ്പൊ നമുക്ക് കുറച്ചുപേരും കൂടെ നമ്മുടെ സ്റ്റേജിൽ എത്താൻ കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്ന കാരണം വരാത്തവരുണ്ടല്ലോ. അപ്പൊ അവരുടെ വിശേഷങ്ങളും കൂടെ സാറ് ഒന്ന് പറയാമോ? അതായത് നമ്മുടെ ഈ സിനിമയില് പ്രജിത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് കൊച്ചർക്കൻ എന്നാണ്. അതിന് പേരായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഗായത്രി കുട്ടി. കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി എന്നൊക്കെയാണ്. അപ്പൊ ആ കുട്ടി എത്തിയിട്ടില്ല. ആ കുട്ടിയാണ് ഇതില് ഒരു മികച്ച കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവരുടെ ബാല്യകാലം ചെയ്തിരിക്കുന്ന 2 കുട്ടികളുണ്ട്. അത് എൻ്റെ നാട്ടുകാർ തന്നെയാണ്. ഒന്ന് എൻ്റെ ഒരു സുഹൃത്ത് സിബി, അദ്ദേഹം ക്യാമറമാനാണ്. അദ്ദേഹത്തിന്റെ മകൻ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കസിൻ സിസ്റ്റർ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു മകള് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ വേറൊരു കുട്ടി. ഇവരൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ആ പരിസരത്തുള്ള 2-3 പേരൊക്കെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതായത് ഈ ലൊക്കേഷന്റെ പരിസരത്തുള്ള. ഇതിലൊക്കെ ഉപരി ഈ എന്തൊക്കെയോ കുറെ എന്താ പറയുന്നത് പ്രകൃതിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒത്തിരി കിട്ടിയ ഒരു സിനിമയാണിത്. അത് ഇതിന്റെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പോയി. പേര് പോലും പറയാതെയാണ് പോയത്. അദ്ദേഹം ഈ സിനിമയിലുണ്ട്. അദ്ദേഹത്തെയൊക്കെ ഈ സിനിമയിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. അത് ഞാനിപ്പോ പറയുന്നില്ല. അത് സസ്പെൻസിന്റെ മറ്റൊരു സസ്പെൻസ് ആണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ സീൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തു, അപ്പം പോവുകയും ചെയ്തു. യാത്ര പോലും പറയാതെയാണ് അദ്ദേഹം പോയത്. അതേപോലെ കുറെ സംഭവങ്ങൾ നമ്മുടെ ഈ സിനിമയിലുണ്ട്. ഇതുപോലുള്ള എക്സ്പീരിയൻസും നമ്മുടെ ഈ ഒരു മൂവിയിലാണോ സാറിന് കിട്ടും? അതെ. അല്ല, എനിക്ക് പ്രകൃതിപരമായിട്ട് കിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു മഴ സീനൊക്കെ എടുക്കാനായിട്ട് കടുത്ത വേനലാണെങ്കിൽ പോലും ദൈവം സഹായിച്ച് എനിക്ക് ചിലപ്പോൾ നല്ലൊരു ചെറിയ മഴ കിട്ടാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഹോറർ സീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ ആണെന്ന് അത് അടുത്തൊരു സസ്പെൻസ് ആണ്. അതെ, അതെ. ഒരുപാട് സസ്പെൻസ് ഉള്ള ഒരു മൂവിയാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ എങ്ങനെയാന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഇപ്പം എല്ലാവരോടും നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് പെർഫെക്ഷനും ഇടിച്ചു വീഴലും. സാറിന് അത് എങ്ങനെയാ സാറിന്റെ ഒരു കാഴ്ച? അല്ലാതെ അവര് ചുമ്മാ പറയുന്നതാണ്. ഞാൻ ഇവരുടെ അടുത്ത് പറയാറുള്ളത് ഒരു കഥാപാത്രത്തെ ഒന്ന് വിവരിച്ചു കൊടുക്കും. അതിനകത്ത് സസ്പെൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാറുമില്ല. പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കഥാപാത്രം ഇന്നതാണ് എന്നങ്ങ് പറയും. പിന്നെ അവരുടെ അടുത്ത് ഞാൻ പറയാറുള്ളത് ഒരു 20% അവരും ചെയ്യുക, 20% ഞാനും ചെയ്യാം. അപ്പോൾ ഒരു 40 ആയല്ലോ. ഒരു 100-ൽ 40 മാർക്കുണ്ടെങ്കിൽ പാസ്സായി പോവാലോ. അതാണ് ഞാൻ ഇവരുടെ അടുത്ത് പറയാറ്. അതെല്ലാം എൻ്റെ അടുത്ത് ബന്ധപ്പെടുന്ന എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പൊ ചിലര് അതിനകത്ത് 20 25 ഇടും, ചിലർ 18 ആവും. അപ്പൊ അവർക്കൊരു 1.5 ഞാൻ പാസ് മാർക്ക് കൊടുത്ത് ഒക്കെ ആയിട്ട് അങ്ങോട്ട് വിടും. പിന്നെ അപ്കമിങ് പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയാ? ഉണ്ട്, പുതിയതൊരെണ്ണം ഉണ്ട്. അത് ഇവരുടെ അടുത്തൊക്കെ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഈ സിനിമ റിലീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഷൂട്ട് തുടങ്ങും. ഇതുപോലെ അതും ത്രില്ലർ. എനിക്ക് കൂടുതലും ത്രില്ലറിനോടാണ് താല്പര്യം. അപ്പൊ അതും ഒരു ത്രില്ലർ മൂവിയാണ്. അത് നമ്മുടെ ആസാമില് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ആ സംഭവം സിനിമാറ്റിക് ആക്കി മാറ്റിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ സർ, നമ്മൾ ഈ ജാ മൂവി നമ്മൾ ഏത് ബാനറിലാണ് ചെയ്തിരിക്കുന്നത്? ജാ മൂവി മാത്രമല്ല, മിക്കവാറും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 60% സിനിമകളും ഐ സിനിമാസ് എന്ന ബാനറിലാണ് ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് സിംഗിൾ പ്രൊഡ്യൂസർ പൊതുവെ കുറവാണ്. മൾട്ടിപ്പിൾ ആയിട്ടാണ് പ്രൊഡ്യൂസിങ്ങിന് ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഉതകുന്ന ഒരു പേരാണ് ഐ സിനിമാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ആ പേരിലാണ് മിക്കവാറും സിനിമ നടക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെയൊരു സിനിമാ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് തൊടുപുഴെത്തുകയും ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ച് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന KVTV-യുടെ ഉടമയ്ക്കും അതുപോലെ നമ്മുടെ അനിലയ്ക്കും ക്യാമറമാൻ എല്ലാവർക്കും ഈ ഐ സിനിമാസിന്റെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്നേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളും ഹൊറർ അതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ജാ മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന കുറച്ചധികം കഥാപാത്രങ്ങൾ ഇവിടെ എത്തിയവരിൽ നിന്നും അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെ നമ്മളോടൊപ്പം ഷെയർ ചെയ്തു. ഈ സ്റ്റേജിലെത്തി ഈ മൂവിയുടെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം KVTV-യുടെ ഒപ്പം പങ്കുവെക്കാൻ കാണിച്ച മനസ്സിനായിട്ട് ഈ ക്രൂവിനോട് മൊത്തമായിട്ട് നമ്മൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇത്രയും സമയം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്ത പ്രേക്ഷകരോട് നമ്മൾ നന്ദി പറയുന്നു. ഈ ഒരു മൂവി എല്ലാവരും കാണണമെന്ന് നമ്മളും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാണ്. അപ്പം പുതിയൊരു എപ്പിസോഡുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.